ഓൾ, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ SCERTയുടെ അടുത്ത ചാപ്റ്ററിലേക്ക് പോവുകയാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. 7ാം ക്ലാസ് SCERTയുടെ സീരീസാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ 3 ചാപ്റ്റേഴ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ 4ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പ്രകാശം പ്രതിപദിക്കുമ്പോൾ എന്നുള്ളതാണ്. തുടങ്ങാലോ, നമുക്ക് നോക്കാലോ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകൾ കാണാത്തവരൊക്കെ കാണണം കേട്ടോ. ഓക്കെ, ഫസ്റ്റ് തന്നെ നമ്മുടെ ചാപ്റ്റർ തുടങ്ങുമ്പോൾ കൊടുത്തിരിക്കുന്നത് ഒരു ബോക്സ് ആണ്. സുതാര്യ വസ്തു, അധാര്യ വസ്തു, അർദ്ധധാര്യ വസ്തു. നമ്മുടെ ചുറ്റിനുമുള്ള എല്ലാ വസ്തുക്കളും പ്രകാശത്തെ നന്നായിട്ട് കടത്തിവിടാറുണ്ടോ? ഇല്ല. ഇപ്പോൾ ഒരു ഗ്ലാസ്, ഞാനൊരു ഗ്ലാസിന്റെ പീസ് എടുത്തു കഴിഞ്ഞാൽ ആ ഗ്ലാസിന്റെ പീസിൽ കൂടെ ഞാൻ പ്രകാശത്തെ കടത്തിവിട്ട സൂപ്പറായിട്ട് ആ പ്രകാശം അപ്പുറത്തോട്ട് പോവും അല്ലേ, നന്നായിട്ട് പ്രകാശത്തെ കടത്തിവിടും. ഇനി ഞാനൊരു ഓയിൽ പേപ്പർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ലേ, നമ്മൾ പണ്ടൊക്കെ ഈ ഇന്ത്യയുടെ മാപ്പൊക്കെ ട്രേസ് ചെയ്യാൻ ഉപയോഗിച്ച ട്രേസിങ് പേപ്പർ ഇല്ലേ, അല്ലെങ്കിൽ ഈ കളർ പേപ്പേഴ്സ്. നമ്മളെ ഇപ്പം എക്സാമ്പിളായിട്ട് നമുക്കിപ്പം നമ്മൾ എന്തെങ്കിലും പലഹാരം പൊതിഞ്ഞു കൊണ്ടുവന്ന പേപ്പർ, കുറച്ച് എണ്ണ പറ്റിയ പേപ്പർ ആലോചിക്കൂ. അതിൽ കൂടെ നമ്മൾ പ്രകാശം അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും പ്രകാശം അപ്പുറത്തോട്ട് പോവില്ല, എന്നാൽ കുറേയൊക്കെ പ്രകാശം അപ്പുറത്തോട്ട് പോവും അല്ലേ. അങ്ങനെ പ്രകാശത്തെ ഭാഗികമായിട്ട് മാത്രം കടത്തിവിടുന്ന വസ്തുക്കളുണ്ട്. ഇനി ഒരു തടിക്കഷ്ണം എടുത്തിട്ട് അതിലേക്ക് ഞാൻ ലൈറ്റ് അടിച്ചാലോ, പ്രകാശം ഒട്ടും തന്നെ അപ്പുറത്തോട്ട് പോകത്തില്ലല്ലോ. അതായത് തടിക്കഷ്ണം പ്രകാശത്തെ ഒട്ടും തന്നെ കടത്തി വിടുന്നില്ല അല്ലെ. അങ്ങനെ പ്രകാശത്തെ ഒട്ടും തന്നെ കടത്തി വിടാത്ത വസ്തുക്കളും ഉണ്ട്. അപ്പോൾ പ്രകാശത്തെ നന്നായി കടത്തിവിടുന്ന വസ്തുക്കൾ അറിയപ്പെടുന്ന പേരാണ് സുതാര്യ വസ്തുക്കൾ. പ്രകാശം നന്നായി കടത്തിവിടുന്ന വസ്തുക്കളാണ് സുതാര്യ വസ്തുക്കൾ. പ്രകാശം ഭാഗികമായി മാത്രം കടത്തിവിടുന്ന വസ്തുക്കളെ നമ്മൾ എന്ത് വിളിക്കും? അർദ്ധധാര്യ വസ്തുക്കൾ എന്ന് വിളിക്കും. ഓയിൽ പേപ്പറൊക്കെ അർദ്ധധാര്യ വസ്തുവിൽ പെടുന്നതാണ്. ഇനി പ്രകാശത്തെ കടത്തി വിടാത്ത വസ്തുക്കളെ പറ്റി നമ്മൾ പറഞ്ഞില്ലായിരുന്നോ? ആ വസ്തുക്കൾക്കാണ് നമ്മൾ അധാര്യ വസ്തുക്കൾ അല്ലെങ്കിൽ ഒപ്പേക്ക് ഓബ്ജക്ട്സ് എന്ന് പറയുന്നത്. അപ്പൊ സുതാര്യ വസ്തുക്കളുണ്ട്, അർദ്ധധാര്യ വസ്തുക്കളുണ്ട്, അധാര്യ വസ്തുക്കൾ ഉണ്ട്. ഓക്കെ, ബേസിക് ആയിട്ട് ആ കാര്യം മനസ്സിലായി. ഇനി നമുക്ക് ഒരു സുതാര്യ വസ്തുവിനെ അധാര്യമാക്കി മാറ്റാൻ പറ്റുമോ അല്ലെങ്കിൽ അർദ്ധധാര്യമാക്കി മാറ്റാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മുടെ പുസ്തകത്തിൽ അടുത്ത് കൊടുത്തിരിക്കുന്ന ഒരു കാര്യം. ഇപ്പൊ ഞാനൊരു ഗ്ലാസിന്റെ ഒരു പീസ് എടുത്തു. ഈ ഗ്ലാസിന്റെ പീസ് ഒരു സുതാര്യ വസ്തു അല്ലേ, നന്നായിട്ട് പ്രകാശത്തെ കടത്തി വിടുന്ന ഒരു വസ്തുവാണല്ലേ. ഞാൻ അതിലേക്ക് ഇതാ ഒരു മണ്ണെണ്ണ വിളക്കിന്റെ മുകളിൽ ഞാൻ ആ ഗ്ലാസിന്റെ പീസ് കുറച്ചു നേരം പിടിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് കരി പിടിക്കുന്നു. പൂർണ്ണമായിട്ട് അതിൽ കരി പിടിച്ചു കഴിഞ്ഞാൽ ആ ഭാഗത്തൂടെ പ്രകാശം നന്നായിട്ട് അപ്പുറത്തേക്ക് കടന്നു പോകുമോ? പോകത്തില്ലല്ലോ, നന്നായിട്ട് പോകത്തില്ല. അപ്പൊ അവിടെ അതൊരു അധാര്യ വസ്തുവായിട്ട് മാറി, അല്ലെങ്കിൽ അർദ്ധധാര്യ വസ്തുവായിട്ട് മാറി. ഇനി ഒരു ഗ്ലാസിന്റെ പീസ് എടുത്ത് ഞാൻ അതിൽ പെയിന്റ് അടിച്ചാലോ? പെയിന്റ് അടിച്ചാലും എന്ത് ചെയ്യില്ല, ഈ ലൈറ്റ് അപ്പുറത്തോട്ട് പോകത്തില്ല അല്ലെ. അപ്പൊ അവിടെയും അതൊരു അധാര്യ വസ്തുവായിട്ട് മാറിയില്ലേ? മാറി. അപ്പൊ സുതാര്യ വസ്തുക്കളെ നമുക്ക് വേണമെങ്കിൽ അധാര്യമോ അർദ്ധധാര്യമോ ആക്കി മാറ്റാൻ പറ്റും എന്നുള്ള പോയിന്റ് നിങ്ങൾ അവിടെ ഓർമ്മിച്ച് വെക്കണം. ഇനി ഞാൻ ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തു, ശുദ്ധജലമാണ്, പ്യുവർ വാട്ടർ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് പ്രകാശത്തെ കടത്തി വിടും, അത് സുതാര്യമാണ്. അതിലേക്ക് ഞാൻ കുറച്ച് മഷി ഒഴിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കളർ പെയിന്റ് ഞാൻ ഒഴിച്ച് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അത് പൂർണ്ണമായിട്ടും നന്നായിട്ട് ആദ്യത്തെ പോലെ പ്രകാശത്തെ കടത്തി വിടുവോ? ഇല്ല. അപ്പൊ അവിടെയും അതൊരു സുതാര്യ വസ്തുവായിരുന്ന സാധനം ഒരു അർദ്ധധാര്യ വസ്തുവോ കുറെ കൂടി നമ്മൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊരു അധാര്യ വസ്തുവായിട്ട് മാറാം അല്ലെ. ഇനി നമ്മുടെ വായു ആലോചിക്കാം. പ്രകാശം നന്നായിട്ട് വായുവിൽ കൂടെ കടന്നു പോകുന്നുണ്ട്, സുതാര്യമാണ്. കുറേ അഗർബത്തി എടുത്തു വെച്ച് നമ്മൾ കത്തിച്ചു വെച്ചു, ഫുള്ളായിട്ട് പുക നിറഞ്ഞു, പ്രകാശം നന്നായിട്ട് മറുവശത്തേക്ക് കടന്നു പോകുമോ? ഇല്ല. നമ്മളിങ്ങനെ കരിയിലേക്ക് കൂട്ടിയിട്ട് കത്തിക്കുന്നത് ആലോചിച്ച് നോക്ക്. ഭയങ്കരമായിട്ട് പുക വന്നു കഴിയുമ്പോൾ പൂർണ്ണമായിട്ടും പ്രകാശം അപ്പുറത്തോട്ട് പോവാതെ അധാര്യമായിട്ട് അത് മാറും അല്ലെ. അപ്പൊ നമ്മളിവിടെ പഠിക്കേണ്ട പോയിന്റ്, സുതാര്യ വസ്തുക്കളെ നമുക്ക് വേണമെങ്കിൽ അധാര്യമോ അർദ്ധധാര്യമോ ആക്കി മാറ്റാൻ സാധിക്കും. ഓക്കെ, അതാണ് നമ്മളിവിടെ പഠിച്ച പോയിന്റ്. ഇനി നമ്മുടെ പുസ്തകത്തിൽ ഒരു ബോക്സ് ആയിട്ട് ഒരു കാര്യം കൊടുത്തിട്ടുണ്ട്, അധിക വായനയ്ക്കെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചിരിക്കാം. ഒരു ശാസ്ത്ര സാങ്കല്പിക നോവലിന്റെ കാര്യമാണ്. അദൃശ്യനായ മനുഷ്യൻ, ഇൻവിസിബിൾ മാൻ എന്നൊരു നോവലുണ്ട്. ആരുടെയാണെന്ന് വെച്ചാൽ H.G. വെൽസിന്റെ ഒരു നോവലാണത്. H.G. വെൽസിന്റെ. ഓക്കെ, ആ നോവലിലെ കഥാപാത്രം ശാസ്ത്രജ്ഞനായ ഗ്രിഫിൻ ആണ്. വേണമെങ്കിൽ നമുക്ക് പരീക്ഷയ്ക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം അല്ലെ. അത് സയൻസിന്റെ ഭാഗത്ത് നിന്ന് തന്നെ ഈ ചോദ്യം വരണമെന്നില്ല. വേറെ ഏതെങ്കിലും ഒരു ഭാഗത്ത്, കലാ സംസ്കാരികത്തിന്റെ ഭാഗത്തോ എവിടെയെങ്കിലും ഒക്കെ ഈ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഇപ്പൊ ഗ്രിഫിൻ ആണ് അതിലെ ശാസ്ത്രജ്ഞന്റെ പേര്. താൻ നടത്തിയ പരീക്ഷണങ്ങളുടെ ഫലമായി ഗ്രിഫിന്റെ ശരീരം സുതാര്യമായിട്ട് മാറുന്നതാണ് ഇതിനകത്ത് വരുന്നത് കേട്ടോ. സുതാര്യമായിട്ട്, പരീക്ഷണത്തിന്റെ ഫലമായിട്ട് അദ്ദേഹത്തിന്റെ ശരീരം സുതാര്യമായിട്ട് മാറുന്നു. പിന്നെ കാണാൻ പറ്റില്ലല്ലോ, സുതാര്യമായിട്ട് പ്രകാശം കടന്നു പോയെങ്കിൽ അയാളെ കാണാൻ പറ്റില്ല അല്ലെ, അദൃശ്യനായിട്ട് മാറും. H.G. വെൽസിൻ്റെതാണ്, ഗ്രിഫിനാണ് കഥാപാത്രം എന്ന് ഓർപ്പിക്കാം. ശരി, നെക്സ്റ്റ് നമുക്ക് ഒരു പ്രവർത്തനം പറഞ്ഞിരിക്കുന്നത്, ഒരു കണ്ണാടി എടുത്തു വെച്ചിട്ടുണ്ട്. ആ കണ്ണാടിയിലേക്ക് ടോർച്ചിൽ നിന്നുള്ള പ്രകാശം പതിപ്പിക്കുകയാണ്. ആ കണ്ണാടി നമ്മൾ
തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രകാശത്തെ നമുക്ക് ചുമരിലേക്കോ അല്ലെങ്കിൽ സ്ക്രീനിലേക്കോ പതിപ്പിക്കാൻ കഴിയുമല്ലോ. അതെങ്ങനെയാണ് ആ ടോർച്ചിലുള്ള പ്രകാശം ആ സ്ക്രീനിൽ കണ്ടത്? എങ്ങനെയാണ് ആ ചുമരുമേൽ അത് പതിഞ്ഞത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ ടോർച്ചിൽ നിന്നുള്ള പ്രകാശം ഈ കണ്ണാടിയിൽ പോയി വീണു. ഈ കണ്ണാടിയിൽ പോയി വീണ് അവിടെ തട്ടിയ പ്രകാശം അവിടുന്ന് നേരെ നമ്മുടെ സ്ക്രീനിലേക്ക് പോയത് കൊണ്ടാണ് നമുക്ക് ആ സ്ക്രീനിൽ ആ പ്രകാശത്തെ കാണാൻ പറ്റിയത്, അല്ലെ? അപ്പോൾ ഒരു കണ്ണാടിയിൽ വന്ന് വീഴുന്ന പ്രകാശം അവിടെ തട്ടിയിട്ട് തിരിച്ചു പോകുന്നു, അല്ലെ? തിരിച്ച് വേറൊരു സ്ഥലത്തേക്ക് പോകുന്നു. ഇങ്ങനെ പ്രകാശം വസ്തുക്കളിൽ തട്ടി തിരിച്ചു പോകുന്നത് അറിയപ്പെടുന്ന പേരാണ് പ്രതിപതനം അല്ലെങ്കിൽ പ്രതിഫലനം അല്ലെങ്കിൽ റിഫ്ലക്ഷൻ. ഓക്കെ, പ്രകാശത്തിന്റെ പ്രതിപതനം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രകാശം വസ്തുക്കളിൽ തട്ടി തിരിച്ചു വരുന്നതാണ് പ്രകാശത്തിന്റെ പ്രതിപതനം അല്ലെങ്കിൽ പ്രതിഫലനം. വസ്തുക്കളിൽ തട്ടി പ്രകാശം തിരിച്ചു വരുന്നത് അറിയപ്പെടുന്ന പേരാണ് പ്രതിപതനം അല്ലെങ്കിൽ പ്രതിഫലനം. പ്രതിപതനം അല്ലെങ്കിൽ പ്രതിഫലനം, റിഫ്ലക്ഷൻ. ഇത് നോക്കിയേ, ഇതൊരു നമ്മൾ മുഖം നോക്കുന്ന ഒരു കണ്ണാടി എടുത്ത് അതിനകത്തേക്ക് പ്രകാശം ഇങ്ങനെ നമ്മൾ കടത്തി വിടുന്നുണ്ടേ. മുഖം നോക്കുന്ന ദർപ്പണം. ദർപ്പണം എന്ന് പറഞ്ഞാൽ എന്താ? കണ്ണാടിയാണ്. നല്ല സ്മൂത്ത് ആണല്ലോ കണ്ണാടി എന്ന് പറഞ്ഞാൽ. വളരെ സ്മൂത്ത് ആയിട്ടുള്ള പ്രതലമാണ്, അല്ലേ? നല്ല സ്മൂത്ത് ആയിട്ടുള്ള പ്രതലമാണ്, മിനുസമായിട്ടുള്ള പ്രതലമാണ്. ഈ കണ്ണാടിയിലേക്ക് പ്രകാശരശ്മികളാണ് ഈ വരുന്നതെല്ലാം പ്രകാശരശ്മികളാണ്. ഈ പ്രകാശരശ്മികളെല്ലാം ഇതിൽ വന്ന് വീണു. ഈ ഒന്നാമത്തെ പ്രകാശരശ്മി ഈ കണ്ണാടിയിൽ വന്ന് വീണിട്ട് എന്ത് ചെയ്തു? ഇത് ഇങ്ങനെ തിരിച്ചുപോയി, അല്ലെ? ഇങ്ങനെ തിരിച്ചുപോയി. അടുത്ത രണ്ടാമത്തെ പ്രകാശരശ്മി ഈ കണ്ണാടിയിൽ വന്ന് വീണു. അത് കറക്റ്റായിട്ട് എന്ത് ചെയ്തു? ഇങ്ങനെ തിരിച്ചുപോയി. മൂന്നാമത്തെ പ്രകാശരശ്മി കണ്ണാടിയിലേക്ക് വന്ന് വീണു, തട്ടിയിട്ട് എന്ത് ചെയ്തു? ഇങ്ങനെ തിരിച്ചുപോയി. ഇങ്ങനെ കറക്റ്റ് ക്രമമായിട്ട് നല്ലൊരു ഓർഡറിൽ പ്രകാശരശ്മി വന്ന് വീഴുന്നു, തട്ടുന്നു, തിരിച്ചു പോകുന്നു. കറക്റ്റ് ഒരു ഓർഡറിലല്ലേ ഈ പ്രകാശരശ്മികളെല്ലാം വന്ന് വീണ് തട്ടി തിരിച്ചു പോയത്, അല്ലേ? ഇങ്ങനെയാണ് പോയത്, അല്ലെ? ഇനി അടുത്തൊരു സാൻഡ് പേപ്പർ എടുക്കുന്നു. സാൻഡ് പേപ്പർ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാലോ, സാൻഡ് പേപ്പർ അല്ലെ? നമ്മൾ ഉരച്ചൊക്കെ വൃത്തിയാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാൻഡ് പേപ്പർ. ഈ സാൻഡ് പേപ്പർ നല്ല മിനുസമാണോ? നമ്മൾ നേരത്തെ എടുത്ത കണ്ണാടി പോലെ അത്രയും മിനുസമായിട്ടുള്ളൊരു വസ്തുവാണോ സാൻഡ് പേപ്പർ എന്ന് പറയുന്നത്? അല്ല, മിനുസമല്ലാതെ പരിക്കനായിട്ടുള്ളൊരു പ്രതലമാണ്, അല്ലെ? അതിലേക്ക് പ്രകാശം വന്ന് വീഴുമ്പോൾ ഉള്ള കാര്യം നിങ്ങൾ നോക്കിക്കേ. ഈ ലൈറ്റ് വന്ന് വീണു, തട്ടിത ഇങ്ങനെ തിരിച്ചുപോയി. അടുത്ത് മറ്റൊരു ലൈറ്റ്, മറ്റൊരു പ്രകാശരശ്മി ഇതിലേക്ക് വന്ന് വീണു. അത് വേറെ ഏതോ വഴിക്കാണ് തിരിച്ചു പോയത്. കറക്റ്റ് ഓർഡർ ഉണ്ടോ ഇവിടെ? ഇല്ല. ഇനി അടുത്ത് മറ്റൊരു പ്രകാശരശ്മി വന്ന് വീണു. അത് വേറെ ഏതോ വഴിക്ക് തിരിച്ചുപോയി, അല്ലെ? അതായത് ഒട്ടും ക്രമമല്ലാതെ അതിന് തോന്നിയ പോലെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഈ സാൻഡ് പേപ്പറിൽ പ്രകാശം തിരിച്ച് പ്രതിപതിച്ച് വന്നിരിക്കുന്നത്, അല്ലെ? ഇതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പ്രതിപതനത്തെ രണ്ടായിട്ട് തരംതിരിക്കാം. പ്രതിപതനത്തെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ക്രമപ്രതിപതനമെന്നും വിസരിത പ്രതിപതനമെന്നും രണ്ടായിട്ട് നമുക്ക് പ്രതിപതനത്തെ തരംതിരിക്കാം. എന്താണ് സംഭവം? ഈ കണ്ണാടിയിലാണെങ്കിൽ മിനുസമുള്ള പ്രതലമാണ് കണ്ണാടി. ആ കണ്ണാടിയിലൊരു പ്രകാശരശ്മി വന്ന് വീണപ്പോൾ കറക്റ്റ് ഓർഡറിന് ക്രമമായിട്ട് എന്ത് ചെയ്തു? അത് പ്രതിപതിച്ച് തിരിച്ചുപോയി. ഇങ്ങനെ മിനുസമുള്ള വസ്തുക്കളിൽ പ്രകാശം പതിക്കുമ്പോൾ അത് ക്രമമായി പ്രതിപതിക്കുന്നു. ഇതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രമപ്രതിപതനം. ഓക്കെ, ക്രമപ്രതിപതനം. പ്രകാശത്തെ ക്രമമായി പ്രതിപതിപ്പിക്കുന്ന പ്രതലങ്ങളാണ് ദർപ്പണങ്ങൾ. കണ്ണാടിയിൽ നല്ല മിനുസമായിട്ടുള്ളതല്ലേ കണ്ണാടി? കണ്ണാടിയിൽ ഒരു പ്രകാശം വന്ന് വീഴുമ്പോൾ അത് ക്രമമായിട്ട് തന്നെയല്ലേ അത് പ്രതിപതിക്കുക? അത് ക്രമമായിട്ട് തന്നെ ആയിരിക്കും ആ കണ്ണാടിയിൽ വന്ന് വീഴുന്ന പ്രകാശം പ്രതിപതിക്കുന്നത്. ഓക്കെ, അപ്പോൾ മിനുസമായ വസ്തുക്കളിൽ പ്രകാശം വന്ന് വീഴുമ്പോൾ അത് ക്രമമായിട്ട് പ്രതിപതിക്കുന്നു. ഇനി ഈ ക്രമപ്രതിപതനത്തിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ? പ്രതിബിംബം ഉണ്ടാവുകയുള്ളൂ. ക്രമപ്രതിപതനത്തിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ? പ്രതിബിംബം ഉണ്ടാവുള്ളൂ. കണ്ണാടിയിൽ നമുക്ക് നമ്മുടെ മുഖം കാണാൻ പറ്റില്ലേ? പ്രതിബിംബം കാണാൻ പറ്റില്ലേ? അപ്പൊ കണ്ണാടിയിൽ നടക്കുന്നത് ക്രമപ്രതിപതനമാണ്. ക്രമപ്രതിപതനത്തിൽ മാത്രമാണ് പ്രതിബിംബം ഉണ്ടാവുള്ളൂ. ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ സാൻഡ് പേപ്പറിൽ നമുക്ക് നമ്മുടെ മുഖം കാണാൻ പറ്റുന്നുണ്ടോ? സാൻഡ് പേപ്പറിൽ ഇല്ല, നമുക്ക് നമ്മുടെ മുഖം കാണാൻ പറ്റില്ല. അത് നമ്മുടെ പരിക്കനായിട്ടുള്ള അല്ലെങ്കിൽ മിനുസമല്ലാത്ത പ്രതലമാണ്, അല്ലേ? ഇങ്ങനെ മിനുസമല്ലാത്ത പ്രതലങ്ങളിൽ പ്രകാശം പതിക്കുമ്പോൾ അത് പല ദിശകളിലേക്കും ചിതറിപ്പോകുന്നു, പല പല ഡയറക്ഷനിലേക്ക് ചിതറിപ്പോകുന്നു. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വിസരിത പ്രതിപതനം. വിസരിത പ്രതിപതനം. ഈ വിസരിത പ്രതിപതനത്തിൽ എന്തുണ്ടാകുന്നില്ല? പ്രതിബിംബം ഉണ്ടാകുന്നില്ല. പ്രതിബിംബം ഉണ്ടാകുന്നില്ല. വിസരിത പ്രതിപതനത്തിൽ പ്രതിബിംബം ഉണ്ടാകുന്നില്ല. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ ക്രമപ്രതിപതനത്തിൽ പ്രതിബിംബം ഉണ്ടാകുന്നു, വിസരിത പ്രതിപതനത്തിൽ പ്രതിബിംബം ഉണ്ടാകുന്നില്ല. ശരി, അടുത്ത് നമ്മൾ പോകുന്നത് ഇതൊരു സമതല ദർപ്പണമാണ്. സമതല ദർപ്പണം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ മുഖം നോക്കാൻ ഉപയോഗിക്കുന്ന കണ്ണാടിയാണ് സമതല ദർപ്പണം എന്ന് പറയുന്നത്. ഈ സമതല ദർപ്പണത്തിലേക്ക് ഒരു പ്രകാശരശ്മി വന്ന് പതിക്കുകയാണ്. ഒരു പ്രകാശരശ്മി ഇങ്ങനെ വന്ന് പതിച്ചു. ഓക്കെ, വന്ന് പതിച്ചു. ഈ വന്ന് പതിക്കുന്ന പ്രകാശരശ്മിയെ നമ്മൾ വിളിക്കുന്ന പേരാണ്
പതനരശ്മി. എന്താണ് വിളിക്കുന്നത്? പതനരശ്മി എന്ന് വിളിക്കും. വന്ന് വീഴുന്ന പ്രകാശരശ്മിക്ക് പറയുന്ന പേരാണ് പതനരശ്മി. പതനരശ്മി. ഇതാ ഈ ഒരു പോയിന്റിൽ വന്ന് പതിച്ചു അല്ലെ. ഈ പോയിന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പതന ബിന്ദു. ഈ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്? പതന ബിന്ദു. പതന ബിന്ദു. ഇതിവിടെ തട്ടിയിട്ട് ദാ ഇങ്ങനെ തിരിച്ചുപോയി അല്ലെ. ഇതിങ്ങനെ തട്ടിയിട്ട് എന്ത് ചെയ്തു? ദാ ഇങ്ങനെ തിരിച്ചുപോയി. ഈ പ്രകാശരശ്മി ദാ ഇങ്ങനെ തിരിച്ചുപോയി. ഈ തിരിച്ചു പോകുന്ന രശ്മിക്ക് നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രതിപതന രശ്മി. തിരിച്ചു പോകുന്ന രശ്മിക്ക് വിളിക്കുന്ന പേരെന്താണ്? പ്രതിപതന രശ്മി. പ്രതിപതന രശ്മി. ഇനി ഞാൻ ഈ പതന ബിന്ദുവിൽ നിന്നും കറക്റ്റ് 90 ഡിഗ്രിയിൽ ഒരു ലൈൻ ഇങ്ങനെ വരച്ചേ. കറക്റ്റ് 90 ഡിഗ്രി ഞാനൊരു ലൈൻ വരച്ചു. ഈ ലൈനിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലംബം അല്ലെങ്കിൽ നോർമൽ. ഈ ലൈനിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താ? ലംബം അല്ലെങ്കിൽ നോർമൽ. പതന ബിന്ദു എന്ന് വരയ്ക്കുന്ന ലൈൻ. ഇനി നോക്കിക്കോടാ, ഈ പതനരശ്മിക്കും ലംബത്തിനും ഇടയിൽ നിങ്ങളൊരു കോണ് കാണുന്നില്ലേ? ഒരു ആംഗിൾ കാണുന്നില്ലേ? ഈ ആംഗിളിനെ വിളിക്കുന്ന പേരാണ് പതനകോൺ. നമ്മൾ അതിനെ ആംഗിൾ ഐ എന്ന അക്ഷരം ഉപയോഗിച്ചാണ് സൂചിപ്പിക്കുന്നത്. ലംബത്തിനും പതനകിരണത്തിനും ഇടയിലുള്ള കോണാണ് പതനകോൺ. ഇനി ഈ ലംബത്തിനും പ്രതിപതന കിരണത്തിനും ഇടയിൽ കാണുന്ന ഈ ഒരു കോണില്ലേ, ആ കോണിനെ വിളിക്കുന്ന പേരാണ് പ്രതിപതന കോൺ. അതിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അക്ഷരം ആംഗിൾ ആർ എന്ന അക്ഷരമാണ്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഒരു കണ്ണാടിയുണ്ട്. ആ കണ്ണാടിയിലേക്ക് ഒരു പ്രകാശരശ്മി വന്ന് വീണു. ആ വന്ന് വീഴുന്ന പ്രകാശരശ്മി എന്ത് വിളിക്കും? പതനരശ്മി എന്ന് വിളിക്കും. നോക്കിയേ, ദർപ്പണത്തിൽ പതിക്കുന്ന പ്രകാശരശ്മിയാണ് പതനരശ്മി. ഈ പതനരശ്മി ആ ദർപ്പണത്തിൽ എവിടെയാണോ വന്ന് വീഴുന്നത് ആ പോയിന്റിനെ നിങ്ങൾ എന്ത് വിളിച്ചു? പതന ബിന്ദു അല്ലെ. പതന ബിന്ദു എന്ന് വിളിച്ചു. പതന ബിന്ദു എന്ന് വിളിച്ചു. ഈ പതന ബിന്ദുവിൽ നിന്ന് നേരെ ഒരു പ്രകാശരശ്മി പോയല്ലോ. ആ പോയ പ്രകാശരശ്മിനെ എന്താണ് വിളിച്ചത്? പുറത്തേക്ക് പോയത് പ്രതിപതന രശ്മി അല്ലെ. പ്രതിപതന രശ്മി. ഇനി പതന ബിന്ദുവിൽ നിന്നും സ്ട്രെയിറ്റ് ആയിട്ട് കണ്ണാടിക്ക് ലംബമായിട്ട് നമ്മളൊരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ, 90 ഡിഗ്രിയിൽ നമ്മളൊരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ അതിന് വിളിക്കുന്ന പേരാണ് ലംബം അല്ലെങ്കിൽ നോർമൽ. പതന കിരണത്തിനും അല്ലെങ്കിൽ പതനരശ്മിക്കും ലംബത്തിനും ഇടയിലുള്ള കോണാണ് ഏത്? പതനകോൺ. പ്രതിപതന രശ്മിക്കും ലംബത്തിനും ഇടയിലുള്ള കോണാണ് ഏത്? പ്രതിപതന കോൺ. ആംഗിൾ ഐയും ആംഗിൾ ആറും. മനസ്സിലായി? ക്ലിയർ അല്ലേ? ശരി. ഇനി അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. പതനരശ്മിക്കും ലംബത്തിനും ഇടയിലുള്ള കോണാണ് പതനകോണ്. പ്രതിപതന രശ്മിക്കും ലംബത്തിനും ഇടയിലുള്ള കോണാണ് പ്രതിപതന കോൺ. ക്ലിയർ അല്ലേ? എല്ലാവർക്കും മനസ്സിലായി? ഇനി പ്രതിപതന നിയമങ്ങളുണ്ട്. ലോസ് ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയും പ്രതിപതന നിയമങ്ങൾ. ഇതിൽ ആദ്യത്തെ നിയമം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പരീക്ഷയ്ക്ക് സ്ഥിരമായി ചോദിക്കാറുണ്ട്. പതനകോണും പ്രതിപതന കോണും തുല്യമായിരിക്കും. അതായത് ആംഗിൾ ഐ സമം ആംഗിൾ ആർ ആയിരിക്കും. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്? ഒരു ദർപ്പണത്തിൽ, ഒരു കണ്ണാടിയിൽ 30 ഡിഗ്രി കോണളവിൽ പതിക്കുന്ന പ്രകാശരശ്മി എത്ര ഡിഗ്രിയിൽ പ്രതിപതിക്കും എന്ന് ചോദിക്കും. 30 ഡിഗ്രിയിൽ പതിക്കുന്ന പ്രകാശരശ്മി എത്ര ഡിഗ്രിയിൽ പ്രതിപതിക്കും? 30 ഡിഗ്രിയിൽ പതിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടുത്തെ പതന കോണാണ് എത്ര? 30 ഡിഗ്രി. അപ്പോൾ എത്ര ഡിഗ്രിയിൽ പ്രതിപതിക്കൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര ഡിഗ്രിയിൽ അത് തിരിച്ചു പോകും എന്നാണ് ചോദിച്ചേക്കുന്നത് അല്ലെ. എത്ര ഡിഗ്രിയിലാണ് തിരിച്ചു പോവുക? തിരിച്ചു പോകുന്നത് 30 ഡിഗ്രിയിൽ തന്നെ ആയിരിക്കില്ലേ? 30 ഡിഗ്രിയിൽ തന്നെ ആയിരിക്കും അത് തിരിച്ചു പോവുക. 30 ഡിഗ്രിയിൽ തന്നെ ആയിരിക്കും അത് തിരിച്ചു പോവുക. മനസ്സിലായല്ലോ? പതന കോണും പ്രതിപതന കോണും എപ്പോഴും തുല്യമായിരിക്കും. അടുത്ത നിയമം അങ്ങനെ ചോദിക്കാറില്ല, ഒന്നാലൊന്ന് വായിച്ചു വെച്ചിരിക്കുക. പതനരശ്മിയും പ്രതിപതന രശ്മിയും പതന ബിന്ദുവിലേക്കുള്ള ലംബവും ഒരേ തലത്തിലായിരിക്കും. ഒരേ തരമല്ല, ഒരേ തലം, പ്രതലം. ഇപ്പൊ നമ്മളൊരു ബുക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതൊരു പ്ലെയിൻ ആണ്, അതൊരു തലമാണ്. ഒരു ബോർഡ് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചുമര് നോക്കിക്കഴിഞ്ഞാൽ അതൊരു തലമാണ്. അതുപോലെ നമ്മൾ ആ വന്ന് വീഴുന്ന പതനരശ്മി, തിരിച്ചു പോകുന്ന പ്രതിപതന രശ്മി, പിന്നെ നമ്മൾ വരയ്ക്കുന്ന ലംബം, ഇത് മൂന്നും ഒരു പ്ലെയിനിലായിരിക്കും ഉണ്ടാവുക. സെയിം തലത്തിലായിരിക്കും ഇത് മൂന്നും ഉണ്ടാവുക. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ പ്രതിപതന നിയമം. രണ്ടാമത്തെ പ്രതിപതന നിയമം. ഇതിലും ഒന്നാമത്തേതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഉള്ളത്. കേട്ടോ? ക്ലിയർ അല്ലേ? ശരി. ഇനി അടുത്ത് നോക്കിക്കോ. ഒരു ലൈറ്റ്, ഒരു ബൾബ് കത്തിച്ചു വെച്ചിട്ടുണ്ട്. ഒരു ബുക്ക് താഴെ ഇരിപ്പുണ്ട്. ആ ബുക്കിനെ നമുക്ക് കാണാൻ പറ്റും അല്ലെ. ആ ബുക്കിനെ നമുക്ക് കാണാൻ പറ്റും. എങ്ങനെയാണ് നമ്മൾ ആ ബുക്കിനെ കാണുന്നത്? ഈ പ്രകാശ സ്രോതസ് അല്ലെങ്കിൽ ഈ ബൾബിൽ നിന്നുള്ള പ്രകാശം ആ വസ്തുവിലേക്ക് വീഴുന്നു അല്ലെ. ആ വസ്തുവിലേക്ക് വീഴുന്നു അല്ലെ. ആ വസ്തുവിലേക്ക് ഇങ്ങനെ വീഴുന്നു. ഈ വസ്തുവിൽ വീണ പ്രകാശം പ്രതിപതിച്ച് ആ വസ്തുവിൽ തട്ടി റിഫ്ലക്ട് ചെയ്തിട്ടാണ് നമ്മുടെ കണ്ണിലേക്ക് എത്തുന്നത്. ആ വസ്തുവിൽ തട്ടിയ പ്രകാശം റിഫ്ലക്ട് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ കണ്ണിലേക്ക് എത്തുന്നത് അല്ലെ. നമ്മുടെ കണ്ണിലേക്ക് എത്തുന്നത്. അപ്പോഴാണ് നമ്മൾ ആ വസ്തുവിനെ എന്ത് ചെയ്യുന്നത്? അപ്പോഴാണ് നമ്മൾ ആ വസ്തുവിനെ കാണുന്നത്. അപ്പൊ ഒരു പ്രകാശ സ്രോതസ്സിൽ നിന്നുള്ള പ്രകാശം
എന്ത് ചെയ്യുന്നു? ആ വസ്തുവിൽ പോയി തട്ടുന്നു. തട്ടിയിട്ട് തിരിച്ച് നമ്മുടെ കണ്ണിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ ആ വസ്തുവിനെ എന്ത് ചെയ്യുന്നത്? കാണുന്നത്. മനസ്സിലായല്ലോ? ഇപ്പം ഞാൻ ഇവിടെ ഇരിക്കുന്ന ഒരു വസ്തുവിനെ ഞാൻ കണ്ടു എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെയുള്ള ലൈറ്റ് ആ വസ്തുവിൽ പോയി തട്ടുന്നു. ആ തട്ടിയ ലൈറ്റ് തിരിച്ചെന്റെ കണ്ണിലോട്ട് വരുമ്പോഴാണ് ഞാൻ ആ വസ്തുവിനെ എന്ത് ചെയ്യുന്നത്? കാണുന്നത്. അപ്പൊ വസ്തുക്കളെ കാണാൻ സഹായിക്കുന്ന പ്രകാശ പ്രതിഭാസം ഏത് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണത്? അത് പ്രതിപതനമാണ്. ഓക്കെ, ഇനി നമ്മൾ ഒരു ബൾബ് കത്തിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബൾബിനെ നമ്മൾ കാണുന്നില്ലേ? ആ ബൾബിനെ നമ്മൾ കാണുന്നില്ലേ? ഇപ്പൊ നോർമലി നമ്മുടെ ചുറ്റിനുള്ള വസ്തുക്കളെ നമ്മൾ കാണുന്നത് ആ ലൈറ്റിൽ നിന്നുള്ള പ്രകാശം വസ്തുവിൽ പോയി തട്ടിയിട്ട് എന്റെ കണ്ണിൽ വന്നു, അപ്പോഴാണ് ഞാൻ അതിനെ കണ്ടത്. ഇനി ഈ പ്രകാശത്തിന്റെ സ്രോതസ്സുകളെ ഞാൻ എങ്ങനെയാണ് കാണുന്നത്? അത് അതിൽ നിന്നുള്ള പ്രകാശം നേരിട്ട് നമ്മുടെ കണ്ണിലോട്ട് വരുമ്പോഴാണ് നമ്മൾ പ്രകാശ സ്രോതസ്സുകളെ കാണുന്നത്. വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഇനിയുള്ള പരീക്ഷകൾക്ക് ആ പോയിന്റ് ചോദിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് കേട്ടോ. പുതിയ SCERT മാത്രമുള്ളൊരു പുതിയ പോയിന്റ് ആണത്. ഈ രണ്ടാമത് പറഞ്ഞ കാര്യം, ഏതെങ്കിലും ഒരു പ്രകാശ സ്രോതസ്സിൽ നിന്ന് വരുന്ന പ്രകാശം വസ്തുക്കളിൽ തട്ടി പ്രതിപതിച്ച് നമ്മുടെ കണ്ണിൽ എത്തുമ്പോഴാണ് നാം ആ വസ്തുവിനെ കാണുന്നത്. എന്നാൽ പ്രകാശ സ്രോതസ്സുകളെ കാണുന്നത് അവയിൽ നിന്നുള്ള പ്രകാശം നേരിട്ട് നമ്മുടെ കണ്ണിൽ എത്തുമ്പോഴാണ്. നേരിട്ട് നമ്മുടെ കണ്ണിൽ എത്തുമ്പോഴാണ്. ഓക്കെ അല്ലേ? അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. ശരി, ഇനി നമ്മൾ സമതല ദർപ്പണത്തെ പറ്റി സംസാരിച്ചു അല്ലെ? എന്താണ് സമതല ദർപ്പണം? നമ്മൾ മുഖം നോക്കാൻ ഉപയോഗിക്കുന്ന ദർപ്പണം അല്ലെങ്കിൽ കണ്ണാടിയാണ് സമതല ദർപ്പണം. അത് നല്ല പ്ലെയിൻ ആയിട്ട് നിരപ്പായിട്ടല്ലേ ഇരിക്കുന്നത്. ആ കണ്ണാടിക്ക് വളവോ തിരിവോ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, നല്ല നിരപ്പായിട്ടാണ് ഇരിക്കുന്നത്. വളവും തിരിവും ഒക്കെയുള്ള കണ്ണാടികളുണ്ട്. നമുക്ക് വേറെ വേറെ ക്ലാസ്സുകളിലേക്ക് നമ്മൾ പഠിച്ചു പോകുമ്പോൾ നമുക്കത് പഠിക്കാം. ഉപരിതലം നിരപ്പായ ദർപ്പണമാണ് സമതല ദർപ്പണങ്ങൾ. ഓക്കെ, ഉപരിതലം നല്ല നിരപ്പായിട്ടുള്ള ദർപ്പണങ്ങൾക്ക് പറയുന്ന പേരാണ് സമതല ദർപ്പണങ്ങൾ. സമതല ദർപ്പണത്തിൽ നമ്മുടെ പ്രതിബിംബം കാണാൻ കഴിയുന്നു. നമുക്ക് നമ്മുടെ മുഖം അല്ലെ, നമ്മുടെ ഇമേജ് കാണാനായിട്ട് ഈ പ്ലെയിൻ മിററിൽ സമതല ദർപ്പണത്തിൽ സാധിക്കുന്നു. നമ്മൾ വീട്ടിലെ കണ്ണാടിയുടെ ഫ്രണ്ടിൽ പോയി നമ്മൾ വലത്തേക്ക് ഉയർത്തി കാണിച്ചാൽ കണ്ണാടിയിൽ ഏതായിട്ട് കാണും? ഇടത്തെ കൈയായിട്ട് കാണും അല്ലേ? നമ്മൾ എന്തെങ്കിലും എഴുതി നമ്മുടെ പേര് നമ്മളൊരു പേപ്പറിൽ എഴുതിയിട്ട് തിരിച്ച് സമതല ദർപ്പണത്തിൽ കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പേര് നമുക്ക് കറക്റ്റ് ആയിട്ട് വായിക്കാൻ പറ്റുമോ? തിരിഞ്ഞല്ലേ അത് കാണുക? തിരിഞ്ഞല്ലേ കാണുന്നേ? ഇങ്ങനെ സമതല ദർപ്പണത്തിൽ ഒരു കാര്യത്തെ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ ഒരു സൈഡ് തിരിഞ്ഞാണ് നമുക്ക് കാണിക്കുക അല്ലെ? ഈ ഒരു പ്രത്യേകത അറിയപ്പെടുന്ന പേരാണ് പാർശ്വിക വിപര്യം അല്ലെങ്കിൽ ലാറ്ററൽ ഇൻവേർഷൻ. പാർശ്വിക വിപര്യം അല്ലെങ്കിൽ ലാറ്ററൽ ഇൻവേർഷൻ. സമതല ദർപ്പണത്തിൽ വസ്തുവിന്റെ വലതുഭാഗം പ്രതിബിംബത്തിന്റെ ഇടതുഭാഗമായും വസ്തുവിന്റെ ഇടതുഭാഗം പ്രതിബിംബത്തിന്റെ വലതുഭാഗമായും കാണുന്നു. ഈ പ്രതിഭാസം അറിയപ്പെടുന്ന പേരാണ് എന്ത്? പാർശ്വിക വിപര്യം. പാർശ്വിക വിപര്യം. ഓക്കെ ആണല്ലോ? ശരി, ഇനി നമ്മൾ ഈ ആംബുലൻസ് എന്ന് തലതിരിച്ചല്ലേ എഴുതിയിട്ടുണ്ടാവുക. അത് എന്തിനാണ് അങ്ങനെ എഴുതിയിരിക്കുന്നതെന്ന് അറിയോ? നമ്മൾ ഇപ്പൊ ഒരു വണ്ടിയിൽ നമ്മൾ പോവുകയാണ്, നമ്മുടെ പുറകിൽ നിന്നൊരു ആംബുലൻസ് വരുന്നു എന്ന് വിചാരിക്കാം. ഈ വണ്ടിയിലെ ഡ്രൈവർ, നമ്മൾ ഇരിക്കുന്ന വണ്ടിയിലെ ഡ്രൈവർ ആ സൈഡിലുള്ള കണ്ണാടിയിലൂടെ പുറകിൽ നിന്ന് വരുന്ന വാഹനങ്ങളെ കാണും അല്ലെ? അപ്പൊ ഈ സൈഡിൽ ഒരു കണ്ണാടി വെച്ചിട്ടുണ്ട് അല്ലെ? ഈ കണ്ണാടിയിൽ കൂടെ ആ ഡ്രൈവർ നോക്കുമ്പോൾ ആ ആംബുലൻസ് എന്ന് എഴുതിയത് നേരെ വായിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആംബുലൻസിൽ തലതിരിച്ച് എഴുതിയിരിക്കുന്നത്. ആംബുലൻസിൽ നമ്മൾ നേരെയാണ് ആംബുലൻസ് എന്ന് എഴുതിയിരിക്കുന്നതെങ്കിൽ ആ നമ്മൾ പോകുന്ന വണ്ടിയിലുള്ള കണ്ണാടി ഉണ്ടല്ലോ, ആ കണ്ണാടിയിൽ കൂടെ ഡ്രൈവർ നോക്കുമ്പോൾ ആ പുറകിൽ ആംബുലൻസ് എന്ന് എഴുതിയിരിക്കുന്നത് കറക്റ്റ് ആയിട്ട് വായിക്കാൻ പറ്റില്ല. പാർശ്വിക വിപര്യം കാരണം തിരിഞ്ഞേ വായിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആംബുലൻസിൽ നമ്മൾ ഓൾറെഡി തല തിരിച്ച് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ കുറച്ചു പേർക്കെങ്കിലും സംശയം വരും, നമ്മുടെ വണ്ടിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന കണ്ണാടി സമതല ദർപ്പണമാണോ എന്നൊരു സംശയം വരും. അല്ല കേട്ടോ, നമ്മൾ വണ്ടിയിൽ ഉപയോഗിക്കുന്ന കണ്ണാടി വേറൊരു കണ്ണാടിയാണ്. കോൺവെക്സ് ദർപ്പണം എന്ന് പറയും, കോൺവെക്സ് മിറർ എന്ന് പറയും. ആ കോൺവെക്സ് ദർപ്പണവും ഏത് സ്വഭാവം കാണിക്കുന്നുണ്ട്? പാർശ്വിക വിപര്യം കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അവിടെ തിരിച്ചെഴുതിയിരിക്കുന്നത്. ഇതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. കോൺവെക്സിനെ പറ്റി നമുക്ക് ഈ ഒരു 7ാം ക്ലാസ്സിലെ ചാപ്റ്ററിൽ പഠിക്കാനില്ല. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയുന്നില്ല. അവിടെ വണ്ടിയിലെ കണ്ണാടിയായിട്ട് യൂസ് ചെയ്യുന്നത് സമതല ദർപ്പണം അല്ല, കോൺവെക്സ് ആണ്. ആ കോൺവെക്സും ഈ പറയുന്ന പാർശ്വിക വിപര്യം കാണിക്കുന്നുണ്ട് എന്നുള്ളത് ഓർമ്മിക്കാം. ക്ലിയർ അല്ലേ? മനസ്സിലായല്ലോ? ശരി, അടുത്തത് നോക്കാം നമുക്ക്. ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. PYQ അതുപോലെ ചോദിച്ചിട്ടുണ്ട് 3 സെന്റൻസ് വിട്ടിട്ട്. സമതല ദർപ്പണത്തിലെ പ്രതിബിംബത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എന്തൊക്കെ പ്രത്യേകതകളാണ് ഉള്ളത് നോക്കാം. ഒന്നാമത്തെ പ്രത്യേകത ഇപ്പൊ പറഞ്ഞത് തന്നെയാണ്, പ്രതിബിംബത്തിന് പാർശ്വിക വിപര്യം സംഭവിക്കും അല്ലെ? ഒരു സൈഡ് തിരിഞ്ഞാണ് കാണുക. ഇനി ഇതൊരു കണ്ണാടിയാണെന്ന് വിചാരിക്കൂ.
ഈ കണ്ണാടിയുടെ മുന്നിൽ ഞാൻ നിൽപ്പുണ്ട്, അല്ലെങ്കിൽ ഒരു വ്യക്തി നിൽപ്പുണ്ട്. ഓക്കെ, ഈ വ്യക്തിയുടെ പ്രതിബിംബവും നമുക്ക് ആ കണ്ണാടിയിൽ കാണാൻ പറ്റും. ഈ കണ്ണാടിയിൽ നിന്നുള്ള ഈ വസ്തുവിന്റെ അകലവും ഈ പ്രതിബിംബത്തിന്റെ അകലവും തുല്യമായിരിക്കും. ഇപ്പൊ ഞാൻ വരച്ചപ്പോൾ ചെറുതായിട്ട് വ്യത്യാസം പോലെ തോന്നുമെങ്കിലും തുല്യമായിരിക്കും അല്ലെ. അതായത് സമതല ദർപ്പണത്തിൽ വസ്തുവിൽ നിന്ന് ദർപ്പണത്തിലേക്കുള്ള ദൂരവും, അതായത് വസ്തുവിൽ നിന്ന് ദർപ്പണത്തിലേക്കുള്ള ഈ ഒരു ദൂരവും ദർപ്പണത്തിൽ നിന്ന് പ്രതിബിംബത്തിലേക്കുള്ള ദൂരവും എങ്ങനെയായിരിക്കും? പ്രതിബിംബത്തിലേക്കുള്ള ദൂരവും തുല്യമായിരിക്കും. നമ്മൾ കണ്ണാടിയുടെ ഫ്രണ്ടിൽ പോയി നിന്നു, നമ്മൾ അവിടെ നിന്ന് കുറച്ച് ബാക്കിലേക്ക് നടന്നു നോക്കൂ, ആ പ്രതിബിംബവും ബാക്കിലോട്ട് പോകത്തില്ലേ? എപ്പോഴും ഈ രണ്ട് ഡിസ്റ്റൻസും ഈക്വൽ ആയിരിക്കും. നമ്മൾ ആ ദർപ്പണത്തിൽ അവിടെ നിന്നിട്ട് നമ്മൾ കുറച്ച് ഫ്രണ്ടിലോട്ട് നടന്നു നോക്കുക, പ്രതിബിംബവും ഫ്രണ്ടിലോട്ട് വരും അല്ലെ. എപ്പോഴും ഈ രണ്ട് ഡിസ്റ്റൻസും ഈക്വൽ ആയിരിക്കും. അതാണ് രണ്ടാമത്തെ പ്രത്യേകത. ഇനി സമതല ദർപ്പണത്തിൽ വസ്തുവിന്റെ വലിപ്പവും പ്രതിബിംബത്തിന്റെ വലിപ്പവും തുല്യമായിരിക്കും. നമ്മുടെ അതേ വലിപ്പമുള്ള പ്രതിബിംബമാണ് നമുക്ക് കണ്ണാടിയിലും കാണാൻ പറ്റുക, അതേ വലിപ്പമുള്ള പ്രതിബിംബമായിരിക്കും കണ്ണാടിയിൽ കാണാൻ പറ്റുക. ഓക്കെ, മനസ്സിലായല്ലോ? അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അടുത്തത് ആവർത്തന പ്രതിപതനം. കഴിഞ്ഞ വർഷം വരെ 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന സാധനമാണ് ഇപ്പോൾ 7ാം ക്ലാസ്സിൽ പഠിക്കാൻ വേണ്ടി ഇട്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷം വരെ ഈ സാധനം പഠിക്കാനുണ്ടായിരുന്നത് 10ാം ക്ലാസ്സിലായിരുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ 7ാം ക്ലാസ്സിലാണ് ഉള്ളത്. അപ്പോൾ പുതിയ 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് കുറച്ചുകൂടി കടുപ്പത്തിൽ ഡീപ്പായിട്ട് ആയിരിക്കും ഉണ്ടാവുക നമുക്ക് വിചാരിക്കാം അല്ലെ. അത് ഇറങ്ങിയിട്ടുണ്ട്, പുസ്തകം എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് സൈറ്റിൽ അവൈലബിൾ ആകും കേട്ടോ. നമുക്ക് നോക്കാം മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ ആവർത്തന പ്രതിപതനം. നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടോ? നമ്മൾ ഈ മാളുകളിലും അല്ലെങ്കിൽ നമ്മൾ ഡ്രസ്സിംഗ് റൂമിലൊക്കെ കയറുമ്പം അവിടെ 2 കണ്ണാടി വെച്ചിട്ടുണ്ടാവും. പക്ഷെ നമ്മുടെ കുറേ ഇമേജസ് നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും. ഈ ബ്യൂട്ടി പാർലറിലും ബാർബർ ഷോപ്പുകളിലും ഒക്കെ പോകുമ്പോഴാണെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. 2 കണ്ണാടിയേ ഉണ്ടാവുള്ളൂ, പക്ഷെ നമുക്ക് നമ്മുടെ പലതരത്തിലുള്ള ഒരുപാട് ഇമേജസ് നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും. അങ്ങനെ 2 കണ്ണാടി ഉപയോഗിച്ച് കുറേ ഇമേജസ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന പ്രകാശത്തിന്റെ പ്രതിഭാസമാണ് ആവർത്തന പ്രതിപതനം അല്ലെങ്കിൽ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ. പ്രകാശം ഈ കണ്ണാടികളിൽ തുടർച്ചയായിട്ട് തട്ടി റിഫ്ലക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ആവർത്തന പ്രതിപതനം എന്ന് പറയുന്നത് കേട്ടോ. നമുക്ക് നോക്കാം. അതായത് ഇപ്പൊ 2 കണ്ണാടിനെ നമ്മളൊരു പ്രത്യേക കോണളവിൽ ക്രമീകരിക്കുമ്പോൾ, ഇപ്പൊ 2 കണ്ണാടി, ഇപ്പൊ ഇത് 2 കണ്ണാടിയാണെന്ന് വിചാരിക്കുക, എന്റെ 2 കൈകൾ. ഈ കണ്ണാടിനെ ഞാൻ ഇങ്ങനെ ഒരു കോണളവിൽ വെച്ചു. ഇവർക്കിടയിലുള്ള കോണളവ് ഇപ്പൊ ഇതാണ്. ഞാൻ ആ കോണളവ് കുറച്ചുകൂടി കുറച്ചു, ഞാൻ കോണളവ് കുറച്ചുകൂടെ കൂട്ടി. ഇങ്ങനെ പല കോണളവിൽ ഞാൻ ഈ കണ്ണാടികളെ വെക്കുമ്പോൾ ഇതിനകത്ത് പല നമ്പർ ഓഫ് ഇമേജസ് ഉണ്ടാകും. ഇപ്പൊ ഒരു കോണളവിൽ ഞാൻ വെക്കുമ്പോൾ ഒരു 3 ഇമേജ് കിട്ടിയെന്ന് വിചാരിച്ചോ. ഞാൻ എന്റെ കോണളവ് മാറ്റുമ്പോൾ ചിലപ്പോൾ എനിക്ക് 5 ഇമേജ് കിട്ടും. ഞാൻ പിന്നെയും കോണളവ് മാറ്റുമ്പോൾ ചിലപ്പോൾ എനിക്ക് 10 ഇമേജസ് കിട്ടും, അല്ലെങ്കിൽ 11 ഇമേജസ് കിട്ടും. ഇങ്ങനെ കോണളവ് മാറുന്നതിനനുസരിച്ച് ഇമേജസ് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഇമേജസിന്റെ എണ്ണം ഇങ്ങനെ മാറിക്കൊണ്ട് ഇരിക്കും. പറഞ്ഞു മനസ്സിലായല്ലോ? ശരി. 2 കണ്ണാടിക്കിടയിലുള്ള കോണളവ് എക്സ് ആണെന്ന് വിചാരിക്കൂ. കോണളവ് എക്സ് ആണെന്ന് വിചാരിക്കുക. 2 കണ്ണാടിക്കിടയിലുള്ള കോണളവ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പ്രതിബിംബങ്ങളുടെ എണ്ണം കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. പ്രതിബിംബങ്ങളുടെ എണ്ണം n സമം 360/x-1. വളരെ ഇമ്പോർട്ടന്റ് ആണ്. 360 ഡിവൈഡഡ് ബൈ x-1. ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പൊ 2 കണ്ണാടി, അതിനിടയിലുള്ള കോണളവ് ഞാൻ 30 ഡിഗ്രി ആക്കി സെറ്റ് ചെയ്തു എന്ന് വിചാരിക്കും. 30 ഡിഗ്രി ആക്കി ഞാൻ സെറ്റ് ചെയ്തു എന്ന് വിചാരിക്കാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ അതിനിടയിൽ എത്ര പ്രതിബിംബം ഉണ്ടാകും? 360 ഡിവൈഡഡ് ബൈ 30 മൈനസ് 1. എത്ര വരും? 360/30 എന്ന് പറഞ്ഞാൽ 12 അല്ലെ. 12 മൈനസ് 1 11. അപ്പൊ 2 കണ്ണാടിയേ ഉള്ളൂ. ആ 2 കണ്ണാടിയുടെ ഇടയിലുള്ള കോണളവ് ഞാൻ 30 ഡിഗ്രി ആക്കി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആ 2 കണ്ണാടിയിലും കൂടെ 11 ഇമേജസ് കാണാൻ പറ്റും. ഒരു വസ്തുവിനെ ഞാൻ അതിന്റെ നടുവിൽ വെച്ച് കഴിഞ്ഞാൽ 11 ഇമേജസ് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് കാണാനായിട്ട് സാധിക്കും. പറഞ്ഞു മനസ്സിലായോ? ഇവിടെ എക്സ് ചിത്രം കാണിച്ചിട്ടുണ്ട്. ഇതേപോലെ 11 ഇമേജസ് കാണാൻ പറ്റും. ഓക്കെ, ശരി, അത് മനസ്സിലായി. അപ്പോൾ 360/x-1. എക്സ് കോണളവാണ്. ഇവിടെ കുറെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ 30 ഡിഗ്രിയിൽ തന്നെയാണ് ചോദിച്ചേക്കുന്നത്. 30 ഡിഗ്രിയിലാവുമ്പോൾ എത്ര പ്രതിബിംബം കിട്ടും? 11 പ്രതിബിംബം കിട്ടും. അടുത്ത 60 ഡിഗ്രിയാണ്. എത്ര വരും എന്ന് ചെയ്തു നോക്കൂ നിങ്ങൾ. 360 ഡിവൈഡഡ് ബൈ 60 മൈനസ് 1. എത്ര വരും? 6 മൈനസ് 1, 5 ഇമേജ് കിട്ടും അല്ലെ. അപ്പൊ 2 കണ്ണാടിക്കിടയിലുള്ള കോണളവ് നമ്മൾ 60 ഡിഗ്രി ആക്കി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എത്ര പ്രതിബിംബം കിട്ടുമെടാ? 5 പ്രതിബിംബം കിട്ടും. ഇനി 90 ഡിഗ്രി ആക്കി സെറ്റ് ചെയ്താലോ? 2 കണ്ണാടിക്കിടയിലുള്ള കോണളവ് 90 ഡിഗ്രി ആക്കി സെറ്റ് ചെയ്താലോ? 360/90 മൈനസ് 1. എത്ര വരും? 4 മൈനസ് 1. നമുക്ക്
4-1 അല്ലെ, 4-1 3 പ്രതിബിംബങ്ങളായിരിക്കും നമുക്ക് അവിടെ കിട്ടുക. 3 പ്രതിബിംബമായിരിക്കും കിട്ടുക. ഇനി രണ്ട് കണ്ണാടിക്കിടയിലുള്ള കോണളവ് 120 ആക്കി സെറ്റ് ചെയ്താലോ? 120 ആക്കി സെറ്റ് ചെയ്താലോ? 120 ആക്കി നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3-1 നമുക്ക് 2 പ്രതിബിംബങ്ങളായിരിക്കും കിട്ടുക അല്ലെ. 2 പ്രതിബിംബങ്ങളായിരിക്കും നമുക്ക് അവിടെ കിട്ടുന്നത്. 2 പ്രതിബിംബങ്ങളായിരിക്കും കിട്ടുന്നത്. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ശരി. ഇനി ഇത് തമ്മിലുള്ള ബന്ധം നമുക്ക് നോക്കാം. കോണളവ് 30 ആയപ്പോ 11 ഇമേജ് കിട്ടി. കോണളവ് 120 ആയപ്പോ വെറും 2 ഇമേജ് ആണ് കിട്ടിയത്. അപ്പോ കോണളവ് കുറയുമ്പോൾ പ്രതിബിംബങ്ങളുടെ എണ്ണം എന്ത് ചെയ്യും? കൂടും. 30 ആയിരുന്നപ്പോ 11 എണ്ണം കിട്ടി, കൂടുതൽ എണ്ണം കിട്ടി. 120 ആയപ്പോ കോണളവ് കൂടുതലായിരുന്നപ്പോ പ്രതിബിംബങ്ങളുടെ എണ്ണം കുറഞ്ഞ 2 എണ്ണേ കിട്ടിയോളൂ. അപ്പൊ ദർപ്പണങ്ങൾക്കിടയിലുള്ള കോണളവ് കൂടുമ്പോൾ പ്രതിബിംബങ്ങളുടെ എണ്ണം കുറയുന്നു. കോണളവ് കുറയുമ്പോൾ പ്രതിബിംബങ്ങളുടെ എണ്ണം എന്ത് ചെയ്യുന്നു? പ്രതിബിംബങ്ങളുടെ എണ്ണം കൂടുന്നു. മനസ്സിലാകുന്നുണ്ടല്ലോ? ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ശരി, അത്രയും ഓക്കെയാണ്. അപ്പോൾ ഇനി വേറൊരു കാര്യം കൂടെ നമുക്ക് നോക്കാമേ. ഇത് കണ്ടോ, ഇവിടെ ഈ ചിത്രം നോക്ക്. 2 കണ്ണാടി നേരെ വെച്ചപ്പോൾ നമുക്ക് അതിനകത്ത് ഒരുപാട് ഇമേജസ് കിട്ടി. ഇഷ്ടം പോലെ ഇമേജസ് ഇങ്ങനെ അതിങ്ങനെ അനന്തമായിട്ട് പൊക്കൊണ്ടേയിരിക്കും. 2 കണ്ണാടി ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നേരെ വെക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനിടയിലുള്ള കോണളവ് 0 ഡിഗ്രി ആയിരിക്കും കേട്ടോ. നമ്മൾ പാരലലായിട്ട് സമാന്തരമായിട്ട് 2 കണ്ണാടി വെക്കുമ്പോൾ അതിനിടയിലുള്ള കോണളവ് എത്രയാണ്? 0 ഡിഗ്രിയാണ്. അങ്ങനെ കോണളവ് 0 ഡിഗ്രി ആയാൽ എത്ര പ്രതിബിംബം കിട്ടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനന്തമായിട്ടുള്ള അത്രയും പ്രതിബിംബം കിട്ടും. ഇൻഫിനിറ്റ് ആയിട്ടുള്ള പ്രതിബിംബങ്ങൾ നമുക്ക് കിട്ടും. നിങ്ങൾക്ക് വീട്ടിൽ ചെയ്തു നോക്കാം. 2 കണ്ണാടി ഉണ്ടെങ്കിൽ 2 കണ്ണാടി ഇങ്ങനെ നേരെ വെക്കുക. അതിന് നടുവിലൊരു വസ്തു വെച്ച് നോക്കുക. ഈ 2 കണ്ണാടിയിലോട്ട് നോക്കുമ്പോൾ ഇഷ്ടംപോലെ പ്രതിബിംബങ്ങൾ നമുക്കിങ്ങനെ കിട്ടും. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കാണിച്ചു കൊടുക്കാം കേട്ടോ. ശരി, അപ്പോൾ കോണളവ് 0 ഡിഗ്രി ആയിക്കഴിഞ്ഞാൽ അനന്തമായിട്ടുള്ള അത്രയും പ്രതിബിംബങ്ങൾ നമുക്ക് കിട്ടും. ക്ലിയർ ആണല്ലോ? ശരി. അപ്പോൾ പ്രകാശത്തിന്റെ ആവർത്തന പ്രതിപതനം കാരണമാണ് ഇത് കിട്ടിയെന്ന് ഓർമ്മിക്കണം. ആവർത്തിച്ച് റിഫ്ലക്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്നത്. ഈ ആവർത്തന പ്രതിപതനം എന്ന തത്വം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന 2 ഉപകരണങ്ങൾ നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. ഒന്ന് കാലിഡോസ്കോപ്പ് ആണ്, മറ്റൊന്ന് പെരിസ്കോപ്പ് ആണ്. ഒന്ന് കാലിഡോസ്കോപ്പ്, മറ്റൊന്ന് പെരിസ്കോപ്പ്. കാലിഡോസ്കോപ്പ് എന്താ? നമ്മൾ പണ്ട് ഈ ഉത്സവ പറമ്പിലൊക്കെ പോകുമ്പോൾ നമുക്ക് വളപ്പൊട്ടിട്ടിട്ട് നമുക്ക് ഇങ്ങനെ തിരിക്കുമ്പോൾ നല്ല ഭംഗിയുള്ള പാറ്റേൺസ് കാണുന്ന ഒരു സാധനം കണ്ടിട്ടില്ലേ? അതാണ് കാലിഡോസ്കോപ്പ്. അത് നിർമ്മിക്കുന്ന വിധമൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് PSC പരീക്ഷയ്ക്ക് നിർമ്മിക്കുന്ന വിധം ഒന്നും ചോദിക്കത്തില്ല. ജസ്റ്റ് പഠിച്ചാൽ മതി. കാലിഡോസ്കോപ്പ് ആവർത്തന പ്രതിപതനം ഉപയോഗിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് പഠിക്കാം. ഇവിടെ ചെയ്തിട്ടുണ്ട്, ഒന്ന് വായിച്ചു നോക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ. എന്തൊക്കെ വേണം? 3 സമതല ദർപ്പണങ്ങൾ വേണം. കാലിഡോസ്കോപ്പ് നിർമ്മിക്കാൻ 3 സമതല ദർപ്പണങ്ങൾ വേണം. ഇൻസുലേഷൻ ടേപ്പ് വേണം. സുതാര്യമായിട്ടുള്ളൊരു പ്ലാസ്റ്റിക് ഷീറ്റ് വേണം. പിന്നെ ത്രികോണാകൃതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഒട്ടിച്ചിട്ട് ഇൻസുലേഷൻ ടേപ്പ് ചുറ്റി ഒട്ടിച്ചു വെക്കണം. പിന്നെ നിറമുള്ള വളപ്പൊട്ടുകൾ അല്ലെങ്കിൽ മുത്തൊക്കെ നമ്മൾ അതിനകത്ത് ഇട്ട് ഇങ്ങനെ തിരിച്ചു കഴിയുമ്പോൾ നല്ല ഭംഗിയുള്ള പാറ്റേൺസ് നമുക്ക് കാണാൻ പറ്റും. അതാണ് അവിടെ ഉള്ളത്. കാലിഡോസ്കോപ്പ് നിർമ്മിക്കാൻ 3 സമതല ദർപ്പണങ്ങൾ വേണം എന്നുള്ളത് ഓർമ്മിച്ചു വെക്കാം കേട്ടോ. അത്രയേ ഉള്ളൂ. പെരിസ്കോപ്പ് എന്തിനാണ്? നമ്മൾ ഈ അന്തർവാഹിനികളിലൊക്കെ ഇരുന്നിട്ട് ചുറ്റും നിരീക്ഷിക്കാനൊക്കെ നമുക്ക് പെരിസ്കോപ്പ് ഉപയോഗിക്കാൻ പറ്റും അല്ലെ. പെരിസ്കോപ്പ് ഉപയോഗിക്കാൻ പറ്റും. അതിനും ഈ പറഞ്ഞ പോലെ തന്നെ 2 സമതല ദർപ്പണങ്ങളാണ് വേണ്ടത് അല്ലെ. 2 സമതല ദർപ്പണങ്ങളാണ് പെരിസ്കോപ്പ് നിർമ്മിക്കാനായിട്ട് വേണ്ടത്. ഒരു കാർഡ്ബോർഡ് കഷ്ണം വേണം. പിന്നെ 2 സമതല ദർപ്പണങ്ങൾ വേണം. കാർഡ്ബോർഡ് കഷ്ണത്തിന് പകരം സൺപാക്ക് ഷീറ്റ് ഉപയോഗിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് നിർമ്മാണമൊന്നും നമ്മുടെ PSC പരീക്ഷയ്ക്ക് എന്തായാലും നിർമ്മാണം ചോദിക്കില്ല. എത്ര എണ്ണം വേണമെന്നൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരിക്കാം. ഓക്കെ, അതിന് നിർമ്മിക്കാനുള്ള ഒരു മെത്തേഡൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊന്നും ഞാൻ പറയുന്നില്ല. നമുക്ക് PSC പോയിന്റ് ഓഫ് വ്യൂവിലാണ് നമ്മൾ പഠിക്കുന്നത്. നിർമ്മിക്കാനുള്ള രീതികളൊന്നും പറയുന്നില്ല കേട്ടോ. നമ്മൾ ഈ പെരിസ്കോപ്പിൽ കൂടെ നോക്കുന്ന സമയത്ത് നമ്മൾ താഴെ കൂടെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് മുകളിലുള്ള കാഴ്ചകൾ കാണാൻ പറ്റും അല്ലെ. താഴെ കൂടി നമ്മൾ വെള്ളത്തിനടിയിൽ നിന്നൊക്കെ അവർ നോക്കുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും? മുകളിലേക്കുള്ള കാഴ്ചകൾ കാണാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മുകളിൽ ഇവിടെ നമ്മൾ കണ്ണാടി വെച്ചിരിക്കുമ്പം എന്ത് സംഭവിക്കും? ഇതുവഴി ഇങ്ങനെ പ്രകാശം ഇതിലേക്ക് വന്ന് വീഴുന്നു. എന്നിട്ട് അത് റിഫ്ലക്ട് ചെയ്ത് ഇങ്ങനെ പോകുന്നു. എന്നിട്ട് അവിടെ തട്ടിയിട്ട് അത് റിഫ്ലക്ട് ചെയ്ത് വീണ്ടും നമ്മുടെ കണ്ണിലേക്ക് വരുന്നു അല്ലെ. അപ്പോൾ ഈ മുകളിലത്തെ കാഴ്ചയാണ് നമുക്ക് താഴെ കൂടെ കാണാനായിട്ട് പറ്റുന്നത്. മുകളിലത്തെ കാഴ്ചയാണ് നമുക്ക് താഴെ കൂടെ എന്ത് ചെയ്യാൻ പറ്റുന്നത്? കാണാനായിട്ട് പറ്റുന്നത് പെരിസ്കോപ്പിൽ. അപ്പോൾ ആഴക്കടലിൽ സഞ്ചരിക്കുന്ന മുങ്ങിക്കപ്പലുകളിലെ നാവികർക്കും യുദ്ധമുഖത്തെ ട്രെഞ്ചിനുള്ളിലിരുന്ന് ശത്രുക്കളെ നിരീക്ഷിക്കുന്ന പട്ടാളക്കാരും ഈ പെരിസ്കോപ്പ് ഉപയോഗിക്കും. അവർക്ക് ചുറ്റിനും മുകളിൽ നടക്കുന്ന കാര്യങ്ങൾ ഉള്ളിലിരുന്നു കൊണ്ട് മുകളിൽ നടക്കുന്ന കാര്യങ്ങൾ കാണാനായിട്ട് ഈ പെരിസ്കോപ്പ് ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് സാധിക്കും. അപ്പൊ പെരിസ്കോപ്പിലും കാലിഡോസ്കോപ്പിലും യൂസ് ചെയ്യുന്നത് എന്താണ്? ആവർത്തന പ്രതിപതനമാണ് യൂസ് ചെയ്യുന്നതെന്ന് ഓർമ്മിക്കാം.
ഇനി ഈ പെരിസ്കോപ്പ് നമ്മൾ ഈ ഒരു രീതിയിൽ നിർമ്മിച്ചാലോ, അങ്ങോട്ട് തിരിച്ചു വെക്കാതെ ഇങ്ങോട്ട് തിരിഞ്ഞിട്ടാണ് നമ്മൾ വയ്ക്കുന്നതെങ്കിലോ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ഇതുവഴി നോക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ പിന്നിലുള്ള കാഴ്ചകൾ കാണാൻ പറ്റും. ശരിയാണോ? ഇതുവഴിയല്ലേ നമ്മുടെ പിന്നിൽ ബാക്കിലുള്ള കാഴ്ചകൾ, നമ്മൾ ഇതുവഴി നോക്കുമ്പോൾ പിന്നിലുള്ള കാഴ്ചകൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നിലുള്ള കാഴ്ച കാണാൻ പറ്റും. ശരിയല്ലേ? ഓക്കെ, ശരി. ഇനി ഈ പ്രകാശം നല്ലതാണ്, നമുക്ക് പ്രകാശം ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല, പ്രകാശം ഇല്ലാത്ത ഒരു ദിവസം നമുക്ക് ആലോചിക്കാൻ പോലും വയ്യ അല്ലെ, അത്രയും നമുക്ക് ബുദ്ധിമുട്ടാവും. പ്രകാശം എന്തായാലും നമുക്ക് വേണം. പക്ഷെ ഈ പ്രകാശം കാരണം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു എന്ന് നിങ്ങൾക്ക് അറിയാമോ? പ്രകാശം കാരണം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് എന്താണെന്നറിയോ? നമ്മൾ ആവശ്യമായതിലും കൂടുതൽ അമിതമായിട്ടുള്ള അളവിൽ നമ്മൾ പ്രകാശത്തെ മിസ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് പറയുന്ന പേരാണ് പ്രകാശ മലിനീകരണം. ലൈറ്റ് പൊല്യൂഷൻ എന്ന് പറയും, പ്രകാശ മലിനീകരണം എന്ന് പറയും. ഓക്കെ, ഇങ്ങനെ പ്രകാശ മലിനീകരണം ഉണ്ടാവുമ്പോൾ ഈ ദേശാടനം നടത്തുന്ന പക്ഷികൾക്കൊക്കെ ദിശ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാവും. പിന്നെ നിങ്ങൾ തന്നെ ആലോചിച്ചു, ഓവറായിട്ടുള്ള ലൈറ്റ് കാണുമ്പോൾ നമുക്ക് തന്നെ കണ്ണിന് ബുദ്ധിമുട്ടും തലവേദനയും നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാവാറുണ്ടല്ലേ? നമുക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടാവാറില്ലേ? മനുഷ്യർക്ക് പ്രശ്നങ്ങൾ, കാഴ്ചക്കുള്ള പ്രശ്നം ഉണ്ടാകും. ഇനി രാത്രിയിലൊക്കെ ഒരുപാട് പ്രകാശം വരുമ്പോഴത്തേക്കും ഓപ്പോസിറ്റ് വരുന്ന വണ്ടികളെ കാണാൻ പറ്റാതെ അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ മനുഷ്യർക്കും മറ്റ് ജീവജാലങ്ങൾക്കും പ്രകാശം അമിതമായിട്ട് യൂസ് ചെയ്യുന്നതിലൂടെ ഉണ്ടാവാറുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് കുറച്ചുകൂടി വലിയ ക്ലാസ്സിൽ ഒന്നും കൂടി ഇന്റർനാഷണൽ ഡാർക്ക് സ്കൈ അസോസിയേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഘടനകളുണ്ട് പ്രകാശ മാലിന്യം കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ആ കാര്യങ്ങളൊക്കെ നമുക്ക് വലിയ ക്ലാസ്സുകളിലേക്ക് പോകുമ്പോൾ പഠിക്കാനുണ്ട്. അപ്പോൾ നഗരങ്ങളിലും പാർക്കുകളിലും രാത്രി മുഴുവൻ പ്രകാശിച്ച് നിൽക്കുന്ന നിയോൺ ബൾബുകൾ അങ്ങനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇരുട്ടിൽ ഇര തേടുന്ന ഒട്ടേറെ ജീവികൾക്ക് ഈ വെളിച്ചം ദോഷമാകുന്നുണ്ട്. ഓക്കെ, ഇനി തെളിഞ്ഞ രാത്രികളിൽ മാത്രം കാണാവുന്ന പല ആകാശ കാഴ്ചകളും മനുഷ്യർക്ക് നഷ്ടമാകുന്നതിനും രാത്രിയിലെ തീവ്രമായ പ്രകാശം കാരണമാകുന്നുണ്ട്. നമ്മളിപ്പോൾ നക്ഷത്ര ഗണങ്ങൾ, ആകാശമൊക്കെ നിരീക്ഷിക്കുന്നവർക്ക് ഒരുപാട് നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകൾ ആകാശത്ത് കാണാൻ പറ്റും അല്ലേ? പക്ഷെ ഓവറായിട്ട് നമ്മൾ ലൈറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ പറ്റുമോ? ഓവറായിട്ട് ലൈറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കാഴ്ചയും നമുക്ക് കാണാൻ പറ്റത്തില്ല അല്ലേ? നമുക്ക് ആ കാഴ്ചകളൊന്നും കാണാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ പ്രകാശം ഒരുപാട് യൂസ് ചെയ്യുന്നത് കാരണം ഉണ്ടാകുന്നുണ്ട്. അതിനെയാണ് നമ്മൾ പ്രകാശ മലിനീകരണം എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വലിയ ക്ലാസ്സുകളിലേക്ക് പോവാം, പഠിക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ ചാപ്റ്റർ ക്ലിയർ ആയി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ സീരീസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ബോക്സിൽ എഴുതണം. ഓക്കെ, അപ്പോൾ ഇത് 4ാമത്തെ പാർട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇത് 5ാമത്തെ പാർട്ടാണ്, 4ാമത്തെ പാഠമാണ് 5ാമത്തെ പാർട്ട്. കാരണം നമ്മൾ ആദ്യത്തെ പാഠം 2 പാർട്ടിലായിട്ടാണ് ചെയ്തിട്ടുള്ളത്, 2 ഭാഗങ്ങളായിട്ടാണ് ആദ്യത്തെ പാഠം ചെയ്തിട്ടുള്ളത്. അപ്പോൾ 5ാമത്തെ പാർട്ടാണ്, 4ാമത്തെ പാഠമാണ്. ഓക്കെ അല്ലേ? അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ചാപ്റ്റർ പഠിക്കാം. അടുത്ത ചാപ്റ്റർ ബയോളജിയിലേക്ക് നമ്മൾ പോകുന്നു. മനുഷ്യ ശരീരം ഒരു വിസ്മയം, ദഹനവും ശ്വസനവും എന്നുള്ളതാണ് അടുത്ത ചാപ്റ്റർ. വളരെ ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ അതുവരെ ബൈ.